വരയായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ബീറ്റാണുള്ളത്. നമ്മൾ ഈ ബീറ്റ് തന്നെ സെയിം ബീറ്റ് തന്നെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുത്തെ ഇത് തുടങ്ങി ജസ്റ്റ് ഹാഫ് ബീറ്റ് തുടങ്ങിയ സെയിം സമയത്ത് തന്നെ നമ്മൾ ഇവിടെ തുടങ്ങും. 2 3 4 1 2 3 4 1. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാർട്ടർ നോട്ട്, ഹാഫ് നോട്ട്, ഹോൾ നോട്ടൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക, അതിൻ്റെ സിമ്പിൾ എങ്ങനെയാണെന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തന്നെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഒരു ഇതുപോലെ ഒരു നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ റിതം പോകുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ലെഫ്റ്റും റൈറ്റും കൈ കൊണ്ട് നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ അങ്ങനെ ഫസ്റ്റത്തെ ലെസണിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം നമുക്ക് ആദ്യം പിയാനോ നമ്മുടെ ഹാൻഡ് 5 പേരിലും കൃത്യമായിട്ട് പൊസിഷനിൽ നിന്ന് നമുക്കത് കൃത്യം സ്റ്റേബിൾ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫസ്റ്റത്തെ ലെസൺ. നമ്മൾ പിയാനോൻ്റെ ട്രിനിറ്റീൻ്റെ ഫസ്റ്റ് ഗ്രേഡിൻ്റെ ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ലെസണാണിത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു. ബിഫോർ ലേണിംഗ് ടു പ്ലേ ദിസ് പീസ് പ്ലേസ് ദ ഹാൻഡ് in the position shows above. Play each hand separately a few times to get the feel of the 5-finger position in each key of C major. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ 5 പേരിലും കൃത്യമായിട്ട് സി മേജർ പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈക്കൊരു മൂമെൻ്റ് ആയി കിട്ടണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫീൽ കിട്ടണം ഫസ്റ്റ് തന്നെ നമ്മൾ പിയാനോൻ്റെ ഇതിനകത്തേക്ക് പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിലേക്കുള്ള പൊസിഷനാണ് ഇതിനകത്ത് കൃത്യം കാണിച്ചാകുന്നത്. ഇത് റൈറ്റ് ഹാൻഡ് കൊണ്ട് വായിക്കേണ്ടത്, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വായിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ലെസൺ ഈസി ലെസൺ ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 4/4 റിതത്തിലാണ് നമ്മൾ വായിക്കുന്നത്. 4/4 എങ്ങനെയാണ് പോകുന്നത്? 1 2 3 4 1 2 3 4. അത് നിങ്ങൾക്കിപ്പം അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഒരു ബാർ കണ്ടില്ലേ, ഈ ബാറിൻ്റെ ഉള്ളിൽ നമുക്ക് 4/4 റിതം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 4 ബീറ്റ് ഉണ്ടാവും, ഇതിൻ്റെ അകത്ത് 4 ബീറ്റ് ഉണ്ടാവും, ഇതിൻ്റെ അകത്ത് 4 ബീറ്റ് ഉണ്ടാവും, ഇതിൻ്റെ അകത്ത് 4 ബീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെയാണ് മാർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിനും റൈറ്റ് ഹാൻഡിനും 4 ബീറ്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഈ ഷീറ്റിൻ്റെ അകത്ത്. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റത്തെ ഇതിൻ്റെ അകത്ത് പോകുന്നത്? ഇത് ഹാഫ് നോട്ടാണ്, ഇത് ഹാഫ് നോട്ടാണ്. ഇതിനവർ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് വരിക. അപ്പോൾ ഇത് ഹാഫ് നോട്ടാണ്, ഇത് ഹോൾ നോട്ട്. അപ്പോൾ ഹാഫ് നോട്ട് എങ്ങനെയാണ് പോകുന്നത്? ഹാഫ് നോട്ടിന് 2 കൗണ്ടാണ് ഉള്ളത്, 1 2. ഈ ഹാഫ് നോട്ടിനും ഇത് ഹാഫ് നോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ടോട്ടലി 4 കൗണ്ടാണുള്ളത്. അപ്പോൾ 2 + 2 4 ആയി. ഇനി ഇവിടെ നോക്കുക ലെഫ്റ്റ് ഹാൻഡിൻ്റെ, ഇത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇപ്പോൾ എങ്ങനെയാണ് വന്നാകുന്നത്? ഹോൾ നോട്ട്. ഹോൾ നോട്ടിൻ്റെ കൗണ്ട് 4ആണ്. അപ്പോൾ 4 കൗണ്ട് വന്നപ്പോൾ എത്രയായി? 1 2 3 4. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഹാഫ് നോട്ടിൻ്റെ ഇതെങ്ങനെയാണ് പോകുന്നത്? ജസ്റ്റ് ഇവിടെ ഈ ബീറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഇവിടെ വരയിടാം. ജസ്റ്റ് 1 2 ഇവിടെയാണ് 3 4 ജസ്റ്റ്. അപ്പോൾ 4 വരയായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ബീറ്റാണുള്ളത്. നമ്മൾ ഈ ബീറ്റ് തന്നെ സെയിം ബീറ്റ് തന്നെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുത്തെ ഇത് തുടങ്ങി ജസ്റ്റ് ഹാഫ് ബീറ്റ് തുടങ്ങിയ സെയിം സമയത്ത് തന്നെ നമ്മൾ ഇവിടെ തുടങ്ങും. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ തുടങ്ങിയ സെയിം സമയത്ത്. അപ്പം 1 ഹോൾ നോട്ടിൻ്റെ ബീറ്റ് എങ്ങനെയാണ് പോകുന്നത്? 4 കൗണ്ടാണ്, 1 2 3 4. അപ്പം 1 2 3 4 ഹോൾ നോട്ട്. ഇതേതാണ് വരുന്നത്? സി ആണ്. അപ്പോൾ സി 4 കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ കൃത്യം ഈ നോട്ട് കംപ്ലീറ്റ് ആവും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇ ആണ് വരുന്നത്, ഇയും എഫും. അപ്പോൾ ഈ നമ്മൾ 2 കൗണ്ടാണ് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത്, 1 2. അതിനാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ എത്രയേ? ഇത് 2 കൗണ്ട് കംപ്ലീറ്റ് ആയി. എന്നാൽ ഇവിടെ സെയിം ടൈം ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് കൃത്യം വായിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇത് 1 2 അടുത്ത 3 എന്ന് പറഞ്ഞ് നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഫ് ഞെക്കി കൊടുക്കണം. അപ്പം ഇ 2 എഫ് 4 1 2 3 4. ഹാഫ് നോട്ടിൻ്റെ 2 കൗണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത് കാരണമാണ് ഇങ്ങനെ വരുന്നത്. എഫും 2 കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ 1 2. അപ്പോൾ ഇവിടെ ഹോൾ നോട്ട് 4 കൗണ്ടായി. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയി. ഇതുപോലെ തന്നെയാണ് ഇവിടെയും പോകുന്നത്. ഇതിപ്പോൾ ഏതാണ് വന്നാക്കുന്നത്? ജിയും അതുപോലെ തന്നെ സിയും. അപ്പോൾ ജിയിൽ വരാൻ നേരത്തേക്ക് നമ്മൾ ഇവിടെ നോക്കാൻ നേരത്തെ ഇത് ഹാഫ് നോട്ടാണ്, ഇത് ഹാഫ് നോട്ടാണ്. 2 + 2 4. ഇവിടെയും 4 സാധനം കംപ്ലീറ്റ് ആയി. ഇവിടെയും നമുക്ക് 4 കിട്ടി. അപ്പോൾ ഇതെങ്ങനെയായി? ഇവിടെ 1 2 3 4. അപ്പോൾ 1 2 3 4. അപ്പോൾ 3ക്ക് ഇത് ഹാഫ് നോട്ട് ആയത് കാരണം 2 കൗണ്ട്, ഇത് ഹാഫ് നോട്ട് ആയത് കാരണം 2 കൗണ്ട്. ഇത് ഹോൾ നോട്ടാണ്. ഹോൾ നോട്ടിനപ്പോൾ എത്രയാണ്? 4 കൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതേതാ ലെറ്റർ? ഇ.
അപ്പോൾ ഈ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഇത് 4 കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ നോട്ട് ഇവിടെ ഓൾറെഡി 4 കൗണ്ട് കഴിഞ്ഞു. 1 2 3 4. പിന്നെ ഇത് നമ്മൾ ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. 1 2 3 4. ഈ 3 വരുന്ന പോർഷനിലാണ് നമ്മൾ ഇവിടുത്തെ ഹാഫ് നോട്ട് വായിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സി ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? ഇവിടെ 1 E2 F4 G2 C4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 2 3 4 1 2 3 4. അപ്പോൾ ഈ ഹോൾ നോട്ട് 4 കൗണ്ടാണ് വന്നേക്കുന്നത്. ഇത് ആദ്യത്തെ തുടക്കമായതാണ് ലെഫ്റ്റ് ഹാൻഡിന് നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതിങ്ങനെ കാണിച്ചു തന്നത്. അപ്പം ഇനി അടുത്തത് ഇവിടെ വരാൻ നേരത്തെ എങ്ങനെയാണ് വരുന്നത്? ഈ നോട്ട് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇത് ഹാഫ് നോട്ടാണ് വന്നേക്കുന്നത്. കണ്ടില്ലേ, ഇത് 2 ഹാഫ് നോട്ട്. അപ്പോൾ 1 2 3 4. അപ്പോൾ ഇതേതാ? ഡി. ഇതേതാണ്? എഫ്. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നേക്കുന്നത്? D2 F4. അപ്പോൾ ഇതാ ഇവിടെ കൊടുത്താകുന്നത് ജി ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ സെയിം ഇത് തന്നെ ഡി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഈ ജിയും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. ജി ഹോൾ നോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഹോൾ നോട്ട് 1 2 3 4. അപ്പോൾ ഇതിങ്ങനെ വരും. എന്നിട്ട് ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ വരുമ്പം ഇത് ഹോൾ നോട്ട് വന്നാകുന്നു, ഇത് ഹോൾ നോട്ട് വന്നാകുന്നു. അപ്പോൾ ഇതിൻ്റെ കൗണ്ട് എങ്ങനെയാണ്? 4 കൗണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ 4 കൗണ്ട് ഞെക്കി കൊടുക്കുക. 1 2 3 4. ഇവിടെയും ഹോൾ നോട്ടാണ്. അപ്പോൾ നമുക്ക് സുഖമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ലൈൻ കിട്ടി. അപ്പോൾ എങ്ങനെ നമ്മളിത് വായിക്കുക? E2 F4 G2 C4. ഇനി ഇവിടെ വരുമ്പം D2 F4 E2 3 4. ഈ സെയിം ടൈമിൽ തന്നെ നമ്മൾ ഇവിടുത്തെ ഇതും വായിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഇനി നിങ്ങൾക്ക് ഞാൻ വായിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വായിക്കേണ്ടതെന്ന്. അത് നമ്മൾ തുടങ്ങാൻ നേരത്തെ ഇതുണ്ടല്ലേ, റൈറ്റ് ഹാൻഡിൻ്റെ പോർഷനാണ് നമുക്ക് ഈ വരുന്നത്, അതുപോലെ എഫും വരുന്നത്. അപ്പോൾ ഇവിടെ സി വരുന്നു. അപ്പോൾ നമ്മൾ സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ E2 F4 G2 C4. കണ്ടോ, G2 ഞെക്കിയപ്പം കൃത്യം ലെഫ്റ്റ് ഹാൻഡിൽ ഇ വന്നു. G2 C4. ഇനി അടുത്ത പോർഷൻ എവിടെയാണ് വരുന്നത്? ഇതാ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ സെയിം പോർഷൻ ഇതുണ്ടല്ലേ, നമ്മൾ ഇതാണ് ഞെക്കി കൊടുക്കുന്നത്. ഡിയും അതുപോലെ തന്നെ ജിയും. D2 F4 E2 3 4. അപ്പം ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇയും സിയും ഉണ്ടോ, E2 കണ്ടോ, 2 കഴിഞ്ഞു. 1 2 3 4. കണ്ടോ, ഇത് ഹോൾ നോട്ട് ആയത് കാരണം ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ സ്റ്റിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പം E2 F4. അപ്പം 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒറ്റ പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ ഫസ്റ്റത്തെ ലൈൻ നമ്മൾ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരേ സമയം വായിക്കേണ്ട പോർഷനാണ് ഈ ജി ക്ലഫും അതുപോലെ തന്നെ എഫ് ക്ലഫും ബേസ് ക്ലഫും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സെക്കൻഡ് ഫേസിലേക്ക് പോവാണ്. സെക്കൻഡ് ഫേസ് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം E2 F4 G2 C4. ഇനിയിപ്പോൾ നോക്കുമ്പം രണ്ടും ഹാഫ് നോട്ടാണ് വന്നാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നാക്കുന്ന ഡിയും ഇവിടെ വന്നാക്കുന്ന എഫും. റൈറ്റിൽ എഫ് റൈറ്റിൽ ഡിയും ലെഫ്റ്റ് ഹാൻഡിൽ എഫും ആണ് വന്നാക്കുന്നത്. 2 ഹാഫ് നോട്ടാണ്. അപ്പോൾ സെയിം ടൈം നമ്മൾ വായിച്ചു കൊടുക്കുക. അതുണ്ടല്ലേ 1 2. ഇനിയിപ്പോൾ വരുന്ന മാറ്റം വരുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇവിടെ റൈറ്റ് ഹാൻഡിൽ ഇ ആയി, ലെഫ്റ്റ് ഹാൻഡിൽ ജി ആയി. അപ്പോൾ ഇതാ ഈ കൃത്യം 1 2 കഴിഞ്ഞ് കഴിയുമ്പം 3 4 രണ്ടും ഒരുമിച്ച് വരണം. 1 2 3 4. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 1 2 3 4. റൈറ്റില് ഇയും ലെഫ്റ്റില് ജിയും ആണ് വന്നത്. ഇപ്പൊ ഈ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം 1 2 3
4. ഇനി അടുത്ത ലൈൻ 1 2 3 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിയും വന്നു, ഇവിടെ ഇയും വന്നു. അപ്പോൾ നമ്മുടെ നോട്ട് കംപ്ലീറ്റ് ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡബിൾ നോട്ട് അവസാനം വരുമ്പം, ഡബിൾ വരെ അവസാനം വരുമ്പം ഇത് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഞാനിത് ആദ്യം തൊട്ട് നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് പിയാനോൻ്റെ നോട്ട്സ് നമ്മൾ നോക്കി വായിക്കുന്നത്. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷേ അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് അത് ഈസി ആയിട്ട് വരും. ഇപ്പം നിങ്ങൾക്ക് ഞാൻ 4/4 റിതത്തിലുള്ള സംഭവമാണ് കാണിച്ചു തന്നേക്കുന്നത്. അതും ഹാഫ് നോട്ടും ഹോൾ നോട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു പാഠത്തിനകത്ത്. അടുത്ത ലെസണിനകത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് ക്വാർട്ടർ നോട്ട് എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്, 4/4 റിതത്തിൽ ക്വാർട്ടർ നോട്ട് വെച്ച് നമ്മൾ എങ്ങനെ വായിക്കുന്നു. അതുപോലെ തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ മൂന്നാമത്തെ ലെസണിൽ വരുന്നതിലേക്ക് നമുക്ക് എങ്ങനെ ഡോട്ടഡ് ഹാഫ് നോട്ട് നോക്കി എങ്ങനെ വായിക്കാം, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴേക്കും നമുക്ക് മെയിനായിട്ട് വേണ്ട 4/4, അതുപോലെ തന്നെ 3/4, 6/8, 5/8, 2/4, 7/8 ഇതുപോലത്തെ റിതങ്ങളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഞാൻ ഫെമിലറൈസ് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ ഈ പിയാനോ ലെസൺ തന്നെ വെച്ചിട്ട്. അപ്പോൾ എന്താണേലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം.